അത് ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരം ഇതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിൽ ആയാവർമ്പ് വലിയ ദിമാഞ്ചി, മൂന്നാം ട്രാക്കിൽ ചെറുതന പുത്തഞ്ചുണ്ടൻ. അങ്ങനെ 3 വള്ളങ്ങൾ എണ്ണം പറഞ്ഞു തുടിയെറിഞ്ഞ് വിജയഗാഥകൾ രചിച്ച വള്ളങ്ങൾ 3 വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിൽ രണ്ടാം നമ്പർ വള്ളം ചമ്പക്കുളം 89, 90, 91, 94, 95, 96, 99, 2003, 2014 പുന്നമട കായകളിൽ ഇതിഹാസം രചിച്ച ചമ്പക്കുളം ഇതാ വിജയദിനത്തിലേറി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ 4ാം നമ്പർ വള്ളം അയാപറമ്പ് പാണ്ടി 1979 UBCയിലൂടെ ട്രോഫി മൊത്തമിട്ട് അയാപറമ്പ്. രണ്ടാം ട്രാക്കിൽ 3ാം ട്രാക്കിൽ ചെറുതന പുത്തഞ്ചുണ്ടൻ. 2004 NCBC ബോട്ട് ക്ലബിന്റെ ആ 3 വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ തുടർന്നുള്ള ദിക്സാക്ഷി വിവരം നൽകുന്നതിന് വേണ്ടി ഷാജി ചെയർമാൻ മൈക്ക് കൈമാറുകയാണ്. അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളം കടന്നു വരുന്നതാണ്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ് അതിന് കടന്നു വരുന്നതെങ്കിൽ രണ്ടാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ വെൽഫെയർ ഫാൻസി ക്ലബ്ബാണ് നയിക്കുന്നെങ്കിൽ മൂന്നാം ട്രാക്കിലൂടെ ന്യൂ ചെറുതന ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന വാശിയേറിയ മത്സരം 2025 ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ രാജപ്രമുഖൻ ട്രോഫി ആരോട് ചേർത്ത് നിൽക്കും, ആരായിരിക്കും പമ്പയുടെ വിരുമാറിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നതെന്ന് പറയാൻ പറ്റാത്തതിലുള്ള ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 3 മഹാരഥന്മാരായ ചക്രവർത്തിമാർ കടന്നു വരിക. ആരെ കടന്നു വരട്ടും? പണ്ട് ശ്രീരാമനോട് പരശുരാമൻ ചോദിച്ചതുപോലെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിൽ എന്ന് ക്ഷത്രിയ വംശത്തെ 21 പ്രാവശ്യം പരാജയപ്പെടുത്തിയ ഇതാ പള്ളാത്തുരുത്തി കടന്നു വരികയാണ്. 3ാം ട്രാക്കിലൂടെ ചെറുതനയിലൂടെ എങ്കിൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് നിരണക്കാരുടെ ആയാപറമ്പ് വലിയ ദിവാഞ്ചികളാണ്. ചമ്പക്കുളത്തിന്റെ പൊന്നോമന പുത്രൻ 1ാം ട്രാക്കിലൂടെ ചമ്പക്കുളം കടന്നു വരുമ്പോൾ ഇരുകരകളിലും തിങ്ങിക്കൂടി നിൽക്കുന്ന ആയിരങ്ങൾ ഈ മത്സരത്തെ കണ്ടുകൊണ്ട് ആവേശഭരിതരായി കണ്ടുകൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഈ സായം സന്ധ്യയോട് ചേർന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തെളിഞ്ഞ മാനത്തിൽ സുന്ദരമായ ചെറു കാറ്റുകളുടെ ശീതള ഛായയിൽ നിന്നുകൊണ്ടാണ് ഇതാ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന അതിമനോഹരമായ സുന്ദരമായ മത്സരം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ചെറുതനെ അല്പം മുൻപോട്ട് കുതിച്ചോ, ചമ്പക്കുളം കുതിക്കുന്നുണ്ടോ, അതോ ആയാവർമ്പ് വലിയ ദിവാഞ്ചി കുതിക്കുന്നുണ്ടോ? ഇല്ല, 3 പേരും തുല്പാലിച്ചുകൊണ്ട് കടന്നു വരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 1ാം ട്രാക്കിലെ ചമ്പക്കുളം അല്പം പിന്നിലാണോ, അതേ 3ാം ട്രാക്കിലെ ചെറുതനെയാണോ മുൻപോട്ട്, 2ാം ട്രാക്കിലെ വലിയ ദിവാഞ്ചിയാണോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കാണികളുടെ മനസ്സ് കരിമിഴികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ വെച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് 2-3 ചുണ്ടൻ വെള്ളങ്ങൾ. ഒപ്പത്തിനൊപ്പം ചമ്പക്കുളമുണ്ട്, വലിയ ദിവാഞ്ചിയുണ്ട്, ചെറുതന പുത്തഞ്ചുണ്ടനോട് തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ഈ ജോളി എതിരേറ്റിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ ഷാജി ചെയർമാൻ. ആവേശകരമായ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള കലാശക്കൊട്ട് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 1ാം ട്രാക്കിൽ 2ാം നമ്പർ വള്ളം ചമ്പക്കുളം, 2ാം ട്രാക്കിൽ 4ാം നമ്പർ വള്ളം ആയാപറമ്പ് വലിയ ദിവാഞ്ചി, 3ാം ട്രാക്കിൽ ചെറുതന ചുണ്ടൻ, ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ്, നിരണം വെൽഫെയർ അസോസിയേഷൻ, NCBC ബോട്ട് ക്ലബ്ബ്, അതേ വുമൻസ് കരിക്കപ്പള്ളി, കാട്ടുനിലത്ത് ഗീവർഗീസ്, ഷോളി വർഗീസ്. അങ്ങനെ വള്ളപ്പാടുകളുടെ കഥ പറഞ്ഞുകൊണ്ട് ഇതാ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചമ്പക്കുളവും ആയാപറമ്പ് പാണ്ടിയും ചെറുതനെയും കുതിച്ചു പായുമ്പോൾ ഏതാണ്ട് വള്ളപ്പാടുകളുടെ വ്യത്യാസമാണ്. അതേ ചെറുതന ചുണ്ടൻ, പുത്തൻ ചുണ്ടൻ, NCBC ബോട്ട് ക്ലബ്ബ്, അതേ പള്ളാത്തുരുത്തിയുടെ കരുത്തില് സോളി വർഗീസിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു വള്ളപ്പാട് ഇല്ല, അരവള്ളപ്പാട് ഇല്ല. അതേ ചെറുതന പുത്തൻ ചുണ്ടൻ NCBC ബോട്ട് ക്ലബിന്റെ സോളി വർഗീസിന്റെ അതേ കൈക്കരുത്തില് ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്ന മനോഹരമായ 1ാം നമ്പർ ചെറുതന കടന്നു പോകുമ്പോൾ തൊട്ടു പിന്നാലെ ചമ്പക്കുളവും അയാപറമ്പ് വലിയ ദിവാഞ്ചിയും കടന്നു പോകുന്നു. മനോഹരമായ 2ാം നമ്പരും 4ാം നമ്പരും കടന്നു പോകുന്നു. അതേ 1ാം നമ്പർ ചെറുതന ചുണ്ടൻ NCBC ബോട്ട് ക്ലബ്ബ് സോളി വർഗീസ് ആണ്. 2ാം നമ്പർ വള്ളം ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ മോൻസ് കരിക്കപ്പള്ളിയുടെ ചമ്പക്കുളം, 4ാം നമ്പർ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, നിരണം വെൽഫെയർ അസോസിയേഷൻ.